ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 10ാമത്തെ ചാപ്റ്ററാണ് രൂപത്തിനും ബലത്തിനും. അസ്ഥികൾ, സന്ധികൾ ഇവയൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യുന്നൊരു ചാപ്റ്ററാണിത്. കുറേയേറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ പറയുന്നത് ബാഹ്യാസ്ഥികൂടത്തെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് 2 തരത്തിൽ അസ്ഥികൂടങ്ങളെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ബാഹ്യാസ്ഥികൂടം എന്നും ബാഹ്യാസ്ഥികൂടം അഥവാ എക്സോസ്കെലിട്ടൻ എന്നും ആന്തരാസ്ഥികൂടം അഥവാ എൻഡോസ്കെലിട്ടൻ, ഇങ്ങനെ 2ആയിട്ട് നമുക്ക് അസ്ഥികൂടങ്ങളെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് ബാഹ്യാസ്ഥികൂടം അഥവാ എക്സോസ്കെലിട്ടനെ കുറിച്ചാണ്. അതായത് ജീവികളുടെ ശരീരഭാഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ശരീരത്തിൻ്റെ പുറത്ത് കാണുന്ന ആവരണങ്ങളെയാണ് ബാഹ്യാസ്ഥികൂടം അഥവാ എക്സോസ്കെലിട്ടൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ഈ ചിത്രങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയുടെയൊക്കെ ഈ ജീവികളുടെയൊക്കെ ശരീരഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരത്തിൻ്റെ പുറത്ത് ഒരു ആവരണം കാണുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ പുറത്ത് കാണുന്ന ഇത്തരം ആവരണങ്ങളെയാണ് നമ്മൾ ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഒച്ചിനെ കണ്ടിട്ടുണ്ടാവും, പിന്നെ ചിപ്പികൾ, ഈ കടുക്ക, ഞണ്ട് ഇവയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇവയുടെയൊക്കെ പുറത്ത് കാണുന്ന ആ ആവരണം കണ്ടിട്ടില്ലേ, അതിനെയാണ് ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നത്. അപ്പോൾ ബാഹ്യാസ്ഥികൂടം എന്ന് പറഞ്ഞാൽ ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശരീരത്തിന് ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ പുറത്ത് കാണപ്പെടുന്ന പുറന്തോടുകളാണ് അല്ലെങ്കിൽ ആവരണങ്ങളാണ് ബാഹ്യാസ്ഥികൂടം അഥവാ എക്സോസ്കെലിട്ടൻ. അപ്പോൾ ഈ എക്സോസ്കെലിട്ടൻ എല്ലാ ജീവികൾക്കും ഒരേപോലെ ആണെന്നില്ല. ചിലർക്ക് കട്ടി കൂടിയതായിരിക്കും, ചിലർക്ക് കട്ടി കുറഞ്ഞതായിരിക്കും. ഇപ്പോൾ ഈ ഒച്ച്, വണ്ട്, ഞണ്ട്, ചിപ്പികൾ ഇവയ്ക്കൊക്കെ കട്ടിയുള്ള പുറന്തോടുകളാണ് ഉണ്ടാവുക. ഇനി ചില ജീവികൾക്ക് പഴുതാര, തേരട്ട തുടങ്ങിയ ജീവികൾക്ക് പുറന്തോടുകൾ കട്ടി കുറഞ്ഞവയായിരിക്കും. അത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടി കൂടുതലും കുറഞ്ഞതൊക്കെ കൊടുക്കുന്നത്. ഇപ്പം തേരട്ടയും പഴുതാരയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കട്ടി കുറഞ്ഞതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ ജീവികളുടെയും ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ടി കൂടുതലും കുറവുള്ളതൊക്കെ ആയിട്ടുള്ള പുറന്തോടുകൾ അവർക്കുണ്ടാവും. ഇനി ഒരു കാര്യം പറയുന്നുണ്ട്, മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, കൊമ്പുകൾ, കുളമ്പുകൾ, നഖങ്ങൾ ഇവയെല്ലാം ബാഹ്യാസ്ഥികൂടത്തിൻ്റെ അവശേഷിപ്പുകളാണ്. സോ മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ, അതായത് അവരുടെ മുകളിൽ കാണുന്ന സ്കെയിൽസ് ഇല്ലേ, അതിനെയാണ് ചെതുമ്പലുകൾ എന്ന് പറയുന്നത്. പിന്നെ പക്ഷികളിലെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, കൊമ്പുകൾ, കുളമ്പുകൾ, നഖങ്ങൾ ഇതൊക്കെ ബാഹ്യാസ്ഥികൂടത്തിൻ്റെ അവശേഷിപ്പുകളാണ്. ഇനി ഒരു കാര്യം പറയുന്നുണ്ട്, ചില ജീവികളുടെ പുറന്തോടിന് ഭംഗി കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ ഈ നക്ഷത്രാമയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു പുറന്തോടിന് നല്ല ഭംഗിയുണ്ട് അല്ലേ. പിന്നെ ഈ സ്വർണ്ണവണ്ട് ഇവയ്ക്കൊക്കെ ഇങ്ങനെ ഭംഗി കൊടുക്കുന്നത് അവരുടെ മേറ്റിംഗ് പാർട്ട്നേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ ഭംഗി ഉണ്ടാവുന്നത് ഇവയുടെ വംശനാശത്തിനും കാരണമാകുന്നുണ്ട്. കാരണം നമ്മൾ മനുഷ്യർ ഇവയൊക്കെ പിടിക്കും അല്ലേ. അപ്പം നമ്മൾ ഈ മനുഷ്യർ ഇവയൊക്കെ ഇങ്ങനെ ഒരു യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. നമ്മുടെ പെറ്റ് ട്രേഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ജീവികളൊക്കെ പിടിക്കുന്നുണ്ട്. നക്ഷത്രാമേനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കൂടുതലായിട്ട് പെറ്റ് ട്രേഡിന് വിധേയമാകുന്ന ഒരു ജീവിയാണ് നക്ഷത്രാമ എന്ന് പറയുന്നത്. പിന്നെ ഇവയുടെ തോടിന് പല പ്രോപ്പർട്ടീസ് ഉണ്ട്, മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ജീവികളെ പിടികൂടുന്നുണ്ട്. സോ ഇല്ലീഗൽ വൈൽഡ് ലൈഫ് ട്രേഡിന് വിധേയമാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇവയുടെ ഭംഗി കൊണ്ട് മനുഷ്യന്മാർ ഇവരെ പിടിക്കുന്നു, അത് വംശനാശത്തിലോട്ട് ലീഡ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ എൻഡോസ്കെലിട്ടൻ അഥവാ ആന്തര അസ്ഥികൂടത്തെ കുറിച്ചാണ് പറയുന്നത്. ശരീരത്തിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന അസ്ഥികൂടത്തിനെയാണ് നമ്മൾ എൻഡോസ്കെലിട്ടൻ എന്ന് പറയുന്നത്. പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങൾ ശരീരത്തിനുള്ളിലാണ്. ഇങ്ങനെയുള്ള അസ്ഥികൂടങ്ങളാണ് ആന്തരാസ്ഥികൂടങ്ങൾ അഥവാ എൻഡോസ്കെലിട്ടൻ. നമുക്കിവിടെ കാണാം അല്ലേ. ഇവിടെ കുറേ ആന്തരാസ്ഥികൂടങ്ങളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പശുവിൻ്റെത്, ആടിൻ്റെത്, പൂച്ചയുടേത്, കിളിയുടേത്, പിന്നെ പല്ലിയുടേത്, മീനിൻ്റെത്, അങ്ങനെ പല ആന്തരാസ്ഥികൂടങ്ങളോട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ആന്തരാസ്ഥികൂടങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. ഈ ആന്തരാസ്ഥികൂടങ്ങൾ ശരീരത്തിന് ആകൃതി നൽകുന്നു. അതേപോലെ നമ്മളുടെ മൊബിലിറ്റിക്ക് വേണ്ടി നമുക്കിങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ഈ ആന്തരാസ്ഥികൂടങ്ങളാണ്. ഇനി ചില ജീവികളുണ്ട് ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും രണ്ടും ഉള്ളത്. അങ്ങനെയുള്ളവയുടെ എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. ആമ, ചീങ്കണ്ണി, മുതല ഇങ്ങനെയുള്ള ജീവികൾക്ക് ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആമ, ചീങ്കണ്ണി, മുതല ഇവയ്ക്ക് ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മുതലേനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുതലയ്ക്ക് ഉള്ളിലും സ്കെലിട്ടൺ ഉണ്ട്. അതേപോലെ പുറത്ത് കാണുന്ന ഈ കട്ടിയുള്ള ഈ ആവരണമല്ലേ, തൊലിയില്ലേ, സ്കെയിൽസ് ഒക്കെ, ഇതിനെ നമുക്ക് അതിൻ്റെ ബാഹ്യാസ്ഥികൂടം എന്ന് പറയാം. അപ്പോൾ അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു. അവ ചലനത്തിനും സഹായിക്കുന്നുണ്ട്.
അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു, കൂടാതെ അവ ചലനത്തിനും സഹായിക്കുന്നു. ഇനി നമ്മൾ മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങളെ പറ്റി പഠിക്കാൻ പോവാണ്. ഇവിടെ തലയോട് കൊടുത്തിട്ടുണ്ട്, വാരിയെല്ല് കൊടുത്തിട്ടുണ്ട്, കയ്യിലെ എല്ലുകൾ കൊടുത്തിട്ടുണ്ട്, നട്ടെല്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അതായത് മനുഷ്യൻ്റെ അസ്ഥികൂടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരാറ്. ഈ ഒരു ബോക്സ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കുറേ ഫാക്റ്റുകളുണ്ട്, അതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. തലയോട്, വാരിയെല്ല്, നട്ടെല്ല്, മറ്റ് എല്ലുകൾ എന്നിവ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു. തലയോട്ടിയിൽ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത്. ഈ പോയിന്റ് ഓർത്ത് വയ്ക്കാം. തലയോട്ടിയിൽ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യം ഉള്ളത്. തലയോട്ടിയിൽ സ്കള്ളിൽ 22 അസ്ഥികളാണ് ഉള്ളത്, 22 ബോൺസ് ആണ് ഉള്ളത്. അതിൽ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യം ഉള്ളത്. അത് ഓർത്ത് വയ്ക്കാം. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടി എല്ലാണ്. ഓക്കെ, ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ എന്ന് പറയുന്നത് കീഴ്ത്താടി എല്ലാണ്. അടുത്ത പോയിന്റ്, ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ്. സോ നട്ടെല്ലാണ് ശരീരത്തിനെ നേരെ നിർത്തുന്നത്. നട്ടെല്ലിൽ 33 അസ്ഥികളാണുള്ളത്. ഓക്കെ, നട്ടെല്ലിൽ 33 അസ്ഥികളുണ്ട്. ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്പറും ഇമ്പോർട്ടൻ്റ് ആണ്, അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ടേബിളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ നട്ടെല്ലിന് ഏൽക്കുന്ന ചില ക്ഷതങ്ങൾ ആജീവനാന്തം തളർച്ചയ്ക്കും കാരണമായേക്കാം. ഇനി ഇവിടെ വാരിയെല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. ശ്വാസകോശം, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. സോ വാരികളുടെ ധർമ്മം എന്ന് പറയുന്നത് ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. വാരിയെല്ല് അഥവാ റിബ്സ്. ഈ റിബ്സിന് അഥവാ വാരിയെല്ലിന് 24 ബോൺസ് ആണുള്ളത്, 24 അസ്ഥികളാണ് ഉള്ളത്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത് തുടയെല്ലാണ്. സോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയോ, അത് ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സ്റ്റേപ്പിസ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ വേറെ 2 പേരുകൾ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ്. അപ്പോൾ ഇവ മൂന്നും ചെവിക്കുള്ളിൽ കാണുന്ന ചെറിയ അസ്ഥികളാണ്. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് അത് ചെവിക്കുള്ളിലാണുള്ളത്, സ്റ്റേപ്പിസ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ തന്നെ കുറേ ഫാക്റ്റുകളുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു ടേബിളിൽ, ഈ ഒരു ബോക്സിൽ മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടേബിളും പഠിക്കുക, ഈ നമ്പേഴ്സും പഠിക്കുക. ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം 300 എല്ലുകൾ ഉണ്ടാവും. അപ്പോൾ കുട്ടികളിൽ 300 എല്ലുകൾ ഉണ്ടാവും. അത് പിന്നീട് നമ്മൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് ചില എല്ലുകളൊക്കെ കൂടി ചേർന്നിട്ട് 206 എണ്ണമായിട്ട് കുറയും. അപ്പോൾ പ്രായപൂർത്തിയാവുന്നതോടെ ഈ 300 എല്ലുകളിൽ നിന്നും പലതും ഒന്നിച്ചു ചേർന്നിട്ട് 206 എല്ലായിട്ട് മാറും. സോ പ്രായപൂർത്തിയായ ഒരാളിൽ കാണുന്ന എല്ലുകളുടെ എണ്ണം എത്രയാണ്? 206. കുട്ടികളിലോ, ന്യൂബോൺ ബേബീസിലോ 300 എല്ലുകൾ, ഏകദേശം 300 എല്ലുകൾ. ഇനി ഓരോ ഭാഗത്തും എത്ര അസ്ഥികളാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. തലയോട്ടിൽ, സ്കള്ളിൽ അഥവാ തലയോട്ടിയിൽ 22 അസ്ഥികളാണുള്ളത്. വാരിയൽ അഥവാ റിബ്സിനകത്ത് 24 അസ്ഥികളുണ്ട്. പിന്നെ കാലിൽ, ഓരോ കാലിലും 30 അസ്ഥികളുണ്ട്. അങ്ങനെ 30, 30, 60. അരക്കെട്ടിൽ 2 എണ്ണമാണ്, 2 അസ്ഥികളാണ് ഉള്ളത്. നട്ടെല്ല് അഥവാ വെർട്ടിബിൾ കോളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 33 അസ്ഥികളാണുള്ളത്. നട്ടെല്ല് അഥവാ വെർട്ടിബിൾ കോളം, അതിന് 33 അസ്ഥികളുണ്ട്. പിന്നെ ഓരോ കൈയിലും 32 എണ്ണം, അങ്ങനെ 64 അസ്ഥികൾ. മാറല് 1. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 206 ബോൺസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവയുടെ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്നത് മൃദുവായിട്ടുള്ള അസ്ഥികളാണ്. ഇത്തരം മൃദുവായിട്ടുള്ള അസ്ഥികളെയാണ് നമ്മൾ തരുണാസ്ഥി അഥവാ കാർട്ടിലേജ് എന്ന് വിളിക്കുന്നത്. സോ കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി എന്ന് പറയുന്നത് മൃദുവായിട്ടുള്ള അസ്ഥികളാണ്. അത് മെയിനായിട്ട് കാണപ്പെടുന്നത് മൂക്കിലും ചെവിയിലൊക്കെയാണ്. പിന്നെ കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ കുട്ടികളൊക്കെ വീണ് കഴിഞ്ഞാലും എല്ലിനൊന്നും അത്ര പെട്ടെന്നൊന്നും പ്രശ്നം പറ്റത്തില്ല. കാരണം എന്താണ്? അവർക്ക് തരുണാസ്ഥികളാണുള്ളത്. സോ കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇനിയാണ് നമ്മൾ സന്ധികളെ കുറിച്ച് പറയാൻ പോകുന്നത്. ചലനത്തിനും സഞ്ചാരത്തിനും വേണ്ടിയിട്ട് നമ്മളെ എല്ലുകൾ സഹായിക്കുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല സന്ധികളുണ്ട്. ഈ എല്ലുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണമല്ലോ, അതിനെയാണ് സന്ധികൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സന്ധികൾ കുറേ എണ്ണം ഉണ്ട്. അതിൻ്റെ ഒരു ടേബിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മളെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികളാണ്. അസ്ഥിസന്ധികളെയാണ് നമ്മൾ
ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ 3 അസ്ഥിസന്ധികൾ കൊടുത്തിട്ടുണ്ട്. ഈ 3ഉം നല്ലപോലെ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, വിജാഗിരി സന്ധി അഥവാ ഹിഞ്ച് ജോയിൻറ്റ്, കീലസന്ധി അഥവാ പിവറ്റ് ജോയിൻറ്റ്. സോ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്, പിവറ്റ് ജോയിൻറ്റ്, ഇങ്ങനെ 3 സന്ധികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ 3ൻ്റെയും പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കുക. ഈ സന്ധികളൊക്കെ എവിടെയാണ് കാണപ്പെടുന്നതെന്നും അതിൻ്റെ പ്രത്യേകതയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഗോളർ സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് കാണപ്പെടുന്നത് തോളെല്ല് സന്ധിയിലും ഇടുപ്പെല്ല് സന്ധിയിലൊക്കെയാണ്. അതായത് ഈ കാണിക്കുന്നത് നമ്മുടെ തുടയെല്ലാണ്. ഈ തുടയെല്ല് വന്നിട്ട് ഈ ഇടുപ്പെല്ലിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു സന്ധി, ഈ ഭാഗമാണ് ഗോളർ സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഗോളർ സന്ധിയിൽ ഒരു ബോളും ഉണ്ടാവും, ഒരു സോക്കറ്റും ഉണ്ടാവും. അതായത് നമുക്ക് ഈ ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോള് ഈ ഒരു സോക്കറ്റിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിരിക്കും. എന്നിട്ട് അവിടെ കിടന്നിങ്ങനെ കറങ്ങും. അതായത് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ആട്ടുകല്ല് സങ്കല്പിക്കുക. ആട്ടുകല്ല് ആ കുഴിയിൽ കിടന്നിങ്ങനെ കറങ്ങുമല്ലോ, അതുപോലെയാണ് ഈ ഗോളർ സന്ധി വർക്ക് ചെയ്യുന്നത്. ഈ കാലിൻ്റെ ഈ തുടയലിൻ്റെ ഈ ഭാഗത്തൊരു ബോൾ ഉണ്ടാവും. ഈ സോക്കറ്റ് എന്ന് പറയുന്നത് ഇടുപ്പിലിൻ്റെ ഭാഗമായിരിക്കും. അപ്പോൾ ഈ ബോൾ സോക്കറ്റിലോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങും. അപ്പോൾ ഈ ഗോളർ സന്ധിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബോൾ ആൻഡ് സോക്കറ്റ് ബോൾ മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ് ഗോളർ സന്ധി എന്ന് പറയുന്നത്. സോ ഏറ്റവും കൂടുതൽ ചലനം സാധ്യമാക്കുന്നത് ഗോളർ സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. കാരണം ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാമല്ലോ. സോ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. ഇതാണ് ഗോളർ സന്ധി. ഇനി വിജാഗിരി സന്ധി, അത് കാണപ്പെടുന്നത് കൈമുട്ട്, കാൽമുട്ട് എന്നീ ഭാഗങ്ങളിലാണ്. അതായത് ഒരു വശത്തേക്ക് മാത്രം മടക്കാൻ വേണ്ടിയിട്ട് സാധ്യമാക്കുന്ന സന്ധിയാണ് ഹിഞ്ച് ജോയിൻറ്റ് അഥവാ വിജാഗിരി സന്ധി. നമ്മൾ വിജാഗിരി പോലെ വാതിലിൻ്റെയൊക്കെ വിജാഗിരി കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു ഭാഗത്തേക്ക് മാത്രമല്ലേ മൂവ് ചെയ്യുക. അതായത് നമ്മുടെ കൈമുട്ട് ഒരു സൈഡിലോട്ട് മാത്രമല്ലേ നമുക്ക് മടക്കാൻ കഴിയുള്ളൂ, അതിന് ഓപ്പോസിറ്റ് മടക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വിജാഗിരി സന്ധി ഉണ്ടാവുക. സോ വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് വിജാഗിരി സന്ധി. വിജാഗിരി കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. ഇതാണ് വിജാഗിരി. ഈ വിജാഗിരിക്ക് ഒരു സൈഡിലോട്ട് മാത്രമേ മടക്കാൻ കഴിയുള്ളൂ. ഇനി മൂന്നാമത്തതാണ് കീലസന്ധി അഥവാ പിവറ്റ് ജോയിൻറ്റ്. ഈ പിവറ്റ് ജോയിൻറ്റ് കാണപ്പെടുന്നത് കഴുത്തിലാണ്. തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന ഭാഗത്താണ് കീലസന്ധി അഥവാ പിവറ്റ് ജോയിൻറ്റ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ കീലസന്ധിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കീലസന്ധി ആവശ്യം. അതായത് ഒരു ആക്സിസിൽ കിടന്നിട്ട് രണ്ട് സൈഡിലോട്ടും ഓപ്പോസിറ്റ് സൈഡിലോട്ടും ഇങ്ങനെ കറങ്ങും. നമ്മുടെ കഴുത്തിങ്ങനെ നമുക്കിങ്ങനെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും തിരിക്കാൻ കഴിയുമല്ലോ. സോ അങ്ങനെ ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിക്കാൻ കഴിയുന്നതാണ് ഈ കീലസന്ധി അഥവാ പിവറ്റ് ജോയിൻറ്റ്. ഇത് കാണപ്പെടുന്നത് കഴുത്തിലാണ്. സോ ഓരോ സന്ധിയും ആ സന്ധി കാണപ്പെടുന്ന സ്ഥലവും അതിൻ്റെ മൂവ്മെൻറ്റും എങ്ങനെയാണെന്ന് ഓർത്ത് വയ്ക്കാം. മാച്ച് പെയർ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. ഇനി ഇവിടെ അസ്ഥിഭംഗം അഥവാ ഫ്രാക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് അസ്ഥി പൊട്ടുന്നതിനെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത്. ചെറുതിലൊക്കെ നമ്മൾ എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടാവുമല്ലോ. സോ അസ്ഥി പൊട്ടുന്നതിനെയാണ് അസ്ഥിഭംഗം അഥവാ ബോൺ ഫ്രാക്ചർ എന്ന് പറയുന്നത്. ശക്തമായിട്ടുള്ള ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിലോട്ടോ അല്ലെങ്കിൽ അസ്ഥികളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നതിനോ കാരണമാകും. ഇങ്ങനെ അസ്ഥി ഒടിയുന്നതിനെയാണ് നമ്മൾ അസ്ഥിഭംഗം എന്ന് വിളിക്കുന്നത്. ചില സമയത്ത് അസ്ഥികൾ സ്ഥാനം തെറ്റാറുണ്ട്. അതായത് കൈയുടെ കുഴ തെറ്റി എന്നൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ, കൈയിൻ്റെ തോളിൽ ഇങ്ങനെ എടുത്തു പോയി എന്നൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ. സോ ചില സമയത്ത് ഇങ്ങനെ സ്ഥാനങ്ങളൊക്കെ മാറിപ്പോവാറുണ്ട്, ആ പൊസിഷനിൽ നിന്ന് അത് മൂവ് ചെയ്ത് പോകാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ അസ്ഥികളെ സ്ഥാനം തെറ്റിപ്പോകുന്നതിനെയാണ് നമ്മൾ സ്ഥാനഭ്രംശം എന്ന് വിളിക്കുന്നത്. സ്ഥാനഭ്രംശം അഥവാ ഡിസ്ലൊക്കേഷൻ എന്ന് പറയും. സോ അസ്ഥിഭംഗം അഥവാ ബോൺ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ അസ്ഥി പൊട്ടുന്നതാണ്. സ്ഥാനഭ്രംശം അഥവാ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അസ്ഥിയുടെ സ്ഥാനം തെറ്റിപ്പോകുന്നതാണ്. ഇനി അസ്ഥിഭംഗം വന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ലക്ഷണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അസ്ഥി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ പരിക്കേറ്റ സ്ഥലത്ത് നല്ല വേദന ഉണ്ടാവും, പരിക്കേറ്റ ഭാഗം ഇളക്കാൻ പ്രയാസം ഉണ്ടാവും, നീര് വന്ന് അവിടെ വീർത്തിരിക്കും, അല്പം വളവ് സംഭവിച്ചിട്ടുണ്ടാവും, അതിൻ്റെ സമാനമായിട്ടുള്ള എല്ലുമായിട്ട് നല്ല വ്യത്യാസം ഉണ്ടാവും. അതായത് ഇടത്തെ കൈയുടെ എല്ല് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലത്തെ കൈയുടെ എല്ലുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണവശാൽ അസ്ഥിഭംഗം സംഭവിച്ചു എന്ന് വെച്ചോ, ബോൺ ഫ്രാക്ചർ സംഭവിച്ചു എന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ ആശുപത്രിയിലോട്ട് എത്തിക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്പ്ലിൻറ്റ് കെട്ടുക എന്നുള്ളത്. ഈ സ്പ്ലിൻറ്റ് എന്ന് പറഞ്ഞാൽ മരം കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ലോഹം കൊണ്ടോ ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന ഉറപ്പുള്ള ഒരു പലകയാണ് സ്പ്ലിൻറ്റ് എന്ന് പറയുന്നത്. അത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പൊട്ടിയ ബോൺസ് അവിടെ നിന്ന് ഇങ്ങനെ ഇളകി കളിക്കത്തില്ല. ഈ സ്പ്ലിൻറ്റ് കെട്ടിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ
സ്പ്ലിൻറ്റ് കെട്ടിക്കഴിഞ്ഞാൽ ആ പൊട്ടിയ ഭാഗം വീണ്ടും ഇളകിയിട്ട് നമ്മുടെ മസിൽസിനോ അല്ലെങ്കിൽ ഞരമ്പിനോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. അപ്പോൾ അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത് അത് കുറയ്ക്കും. ഒടിഞ്ഞ ഭാഗങ്ങൾ ഇളകാതെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്ലിൻറ്റ് വെച്ച് കെട്ടുന്നത്. ഈ സ്പ്ലിൻറ്റ് എന്ന് പറയുന്നത് മരം, പ്ലാസ്റ്റിക്, ലോഹം എന്നിവ ഏതെങ്കിലും ഒന്ന് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉറപ്പുള്ള ഒരു താങ്ങുപലകയാണ് സ്പ്ലിൻറ്റ്. കൈകാലുകളിലെ ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വയ്ക്കാൻ സ്പ്ലിൻറ്റ് വെച്ച് കെട്ടുന്നത് സഹായകമാകും. ഇങ്ങനെ ഈ സ്പ്ലിൻറ്റ് കെട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒടിഞ്ഞ എല്ല് മസിലിലും ഞരമ്പിലൊക്കെ കുത്തിക്കയറിയിട്ട് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എല്ല് പൊട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ എല്ലുകളുടെ കാഠിന്യം, ഹാർഡ്നെസ്സിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അസ്ഥികളുടെ ഈ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ ആവശ്യമാണ്. വളർച്ചയുടെ ഘട്ടത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ ബലപ്പെടുത്തുന്നു. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം എന്താണ്? അവരുടെ അസ്ഥിയിൽ കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ നിക്ഷേപം കുറവായിരിക്കും. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം. അതേപോലെ പ്രായമായവരുടെ അസ്ഥികൾക്കും എന്താണ്? ബലം കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ എല്ലുകളുടെ ആരോഗ്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അല്ലേ? പക്ഷേ ഈ പ്രായമായവരിൽ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള കാൽസ്യം ഭക്ഷണ സാധനങ്ങളൊന്നും കിട്ടാതെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്കത് ആഗിരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്ന സമയത്ത് അസ്ഥികളിൽ നിന്ന് ആ കാൽസ്യം ആഗിരണം ചെയ്യും. അപ്പോൾ അസ്ഥികളിൽ നിന്ന് ഈ കാൽസ്യം എടുത്തു കഴിഞ്ഞാലോ അസ്ഥിക്ക് ബലക്ഷയത്തിന് കാരണമാവും അത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രായമായവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ എല്ലൊക്കെ പൊട്ടാൻ കാരണം. അപ്പോൾ അസ്ഥിയുടെ ആരോഗ്യത്തിന് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളിലും, പേരയ്ക്ക, ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളിലും, മുട്ട, പാൽ, ചെറുമത്സ്യങ്ങൾ എന്നിവയിലും കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. സോ ഇവയൊക്കെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അസ്ഥിയുടെ ആരോഗ്യം നമുക്ക് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. സോ കുമ്പളങ്ങ, പടവലങ്ങ, പേരയ്ക്ക, ചാമ്പയ്ക്ക, മുട്ട, പാൽ, ചെറിയ മത്സ്യങ്ങൾ ഇവയിലൊക്കെ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അസ്ഥികളായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നൊരു ഏരിയ ആണ്. അപ്പോൾ നല്ലപോലെ പഠിക്കുക. ഓക്കെ.